ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, ഇത് വലിയൊരു പ്രോഗ്രാമൊന്നുമല്ല, ചെറിയ എന്നെ കൊണ്ടാവുന്ന കാര്യം. ഞാൻ തിലക് സാറ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. തിലക് സാറിൻ്റെ ശബ്ദം ഞാൻ ഇതുവരെ ഇമിറ്റേറ്റ് ചെയ്തില്ല. എന്നാൽ കൂടി തിലക് സാറിന് പത്മശ്രീ അവാർഡ് കിട്ടി. അതിൽ നമുക്കെന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തിലക് സാറിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും അഭിപ്രായം ഒരുപക്ഷെ പറഞ്ഞാൽ എപ്രകാരമായിരിക്കും? ആദ്യം തിലക് സാറിൽ നിന്നും തുടങ്ങാം. കഴിഞ്ഞ 16 വർഷം എൻ്റെ മനസ്സിൻ്റെ മനസാക്ഷി കോടതിയിൽ ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ പത്മശ്രീ ഇതിനു മുമ്പേ എനിക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ 2 സൂപ്പർ സ്റ്റാർ മാറി മാറി തട്ടിയെടുക്കുകയായിരുന്നു. അല്ലേ മിസ്റ്റർ മമ്മൂട്ടി? സോറി മിസ്റ്റർ തിലകൻ ചേട്ടൻ, ചേട്ടന് തെറ്റിയതാണ്. ശരിക്കും തട്ടിയെടുത്തതല്ല, അതിൻ്റെതായ സമയം വന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അല്ല, ഞാൻ ഒന്നും തട്ടിയെടുത്തിട്ടില്ല. എന്തായാലും തിലകൻ ചേട്ടൻ അവാർഡ് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മിസ്റ്റർ ലാലിൻ്റെ അഭിപ്രായം എന്താ? അയ്യോ, എനിക്കും അത് തന്നെ പറയാനുള്ളത്. എനിക്കിപ്പോൾ ശരിക്കും അതിയായ സന്തോഷമുണ്ട്. കാരണം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരു പെണ്ണിന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഐശ്വര്യ റായിക്ക് കിട്ടിയില്ലേ? തിലകൻ ചേട്ടനോടൊപ്പം ഐശ്വര്യ റായിക്ക് കിട്ടി. അതിൻ്റെ സന്തോഷമുണ്ട്. താങ്ക് യു. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. നമ്മുടെ ആരെ വേണം പറഞ്ഞോളൂ. എന്തായാലും നരേന്ദ്രപ്രസാദ് സാറിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലമ്പൊത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചുകൊള്ളുക. ആയുഷ്മാൻ ഭവ. താങ്ക് യു. ഇനി നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ. അതോടുകൂടി നിർത്തുകയാണ്. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതിങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു.